കാണുന്ന മാതാപിതാക്കൾ അവസാനം വരെയും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. മക്കളെ വളർത്തുന്നതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഈ ഒരു കേസിന് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. 2024 ഇന്ത്യൻ തലസ്ഥാനമായ ഡൽഹിയിൽ രാജേഷ് കുമാർ കോമൾ ദമ്പതികൾ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. രാജേഷ് കുമാർ ആർമിയിൽ ജോലി ചെയ്ത് റിട്ടയർഡായി. 56 വയസ്സ്. ഭാര്യ കോമളിന് 50 വയസ്സ്. ഇവർക്ക് 2 മക്കൾ. 23 വയസ്സുള്ള കവിത എന്ന മകൾ, അർജുൻ എന്ന 20 വയസ്സുള്ള മകൻ. രണ്ടുപേരും കോളേജിൽ പഠിക്കുകയാണ്. കവിത ക്ലാസ്സിൽ നമ്പർ 1 സ്റ്റുഡൻ്റ് ആണ്. നന്നായി തന്നെ പഠിക്കും. എന്നാൽ അർജുന്റെ കാര്യം നേരെ തിരിച്ചാണ്. അവന് സ്പോർട്സിലാണ് താല്പര്യം. ഒരു ബോക്സർ ആകണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. ഇങ്ങനെ ആ കുടുംബത്തിന്റെ ജീവിതം യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. 2024 ഡിസംബർ മാസം 4-ാം തീയതി, അന്ന് അവരുടെ വിവാഹ വാർഷികമാണ്. ആഘോഷിക്കാൻ തീരുമാനിച്ചു. പുറത്തുപോയി ഒരു ഡിന്നറൊക്കെ കഴിക്കാം എന്ന് തീരുമാനിച്ചിരുന്നു. അതിനു മുൻപ് ഇവരുടെ അവസാനത്തെ മകൻ ബോക്സിംഗ് ട്രെയിനിങ് എടുക്കുന്നത് കൊണ്ട് അവന്റെ ഒരു ദിനചര്യ എന്നത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, 5:30 ജിമ്മിലേക്ക് പോകും, 6:45 വീട്ടിലേക്ക് വരുന്നത്, എന്നിട്ടാണ് കോളേജിലേക്ക് പോകുന്നത്. അങ്ങനെ അന്നത്തെ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റു, 5:45 ജിമ്മിൽ പോകാൻ റെഡിയായി. അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമായതുകൊണ്ട് അവരുടെ മുറിയിൽ ചെന്ന് അവരെ വിഷ് ചെയ്തിട്ട് നേരെ ജിമ്മിലേക്ക് പോയി. 5:50 ജിമ്മിലെത്തി. 6:50 തിരികെ വീട്ടിലേക്കും വരുന്നു. 1 മണിക്കൂർ ഗ്യാപ്പ്. ഈ 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീടിനകത്തേക്ക് കയറിയപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം അനുഭവപ്പെട്ടു. വീടിന്റെ മുൻവശത്തുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ സഹോദരിയായ കവിതയുടെ മുറിയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ അമ്മയുടെയും അച്ഛൻ്റെയും മുറി. അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ സഹോദരിയായ കവിതയുടെ മുറിയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. അവൻ ആ മുറിക്കുള്ളിലേക്ക് കയറി അടുത്ത സെക്കൻഡ് തന്നെ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. കാരണം ആ മുറിയിൽ കട്ടിലിൽ ചേച്ചിയായ കവിത മരിച്ചു കിടക്കുകയായിരുന്നു. എവിടെ നോക്കിയാലും രക്തം. ഭയന്നുപോയ ഉടൻ വിവരം അറിയിക്കാനായി മുകളിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ അവിടെ ചെന്നപ്പോൾ വീണ്ടും അവന് വല്ലാത്ത ഞെട്ടലായി. അച്ഛൻ, അമ്മ രണ്ടുപേരും അവരുടെ കട്ടിലിൽ രക്തം വാർന്ന് കിടപ്പുണ്ട്. ആ 3 പേരെയും വീടിനുള്ളിൽ വന്ന് ആരോ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്. അർജുൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. വല്ലാത്ത ഭയവും സങ്കടവും. അവൻ കരഞ്ഞ് നിലവിളിയിട്ടുകൊണ്ട് പുറത്തേക്ക് ഓടി. അയൽവാസികൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ വീടിനെ നോക്കി വിരൽ ചൂണ്ടി. ഉടനെ അയൽവാസികൾ വീടിനുള്ളിലേക്ക് കയറി നോക്കി. സാഹചര്യം മനസ്സിലാക്കിയ അവർ പോലീസിനെ വിവരം അറിയിച്ചു. ഡൽഹി പോലീസ് ഒരു 10 മിനിറ്റിൽ തന്നെ സംഭവ സ്ഥലത്തെത്തി. സാധാരണ ക്രൈം സീനിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം നോക്കുക ഫോഴ്സ്ഡ് എൻട്രി എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും. ഈ ഒരു കേസിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. അതായത് ഈ 3 പേർക്കും വളരെ അടുത്ത ഒരു വ്യക്തി ആയിരിക്കണം ഇവരെ കൊന്നിട്ടുണ്ടാവുക. അറിയാവുന്ന ആരെങ്കിലും ആയതുകൊണ്ടാണ് വീടിനുള്ളിലേക്ക് അവർ കയറ്റിയത്. ഒരു പക്ഷേ വിവാഹ വാർഷികമായതുകൊണ്ട് അവരെ വിഷ് ചെയ്യാൻ ആരെങ്കിലും അകത്തേക്ക് വന്നിട്ടുണ്ടാകാം. അങ്ങനെ ഇവരെ കൊന്നിട്ട് പോയിട്ടുണ്ടാകാം എന്ന രീതിയിൽ പോലീസ് ചിന്തിച്ചു. തുടർന്ന് വീട് മുഴുവനും പരിശോധിക്കുന്നു. പക്ഷേ വീടിനുള്ളിൽ യാതൊരു വസ്തുക്കളും മോഷണം പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മോഷണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമല്ല എന്ന് മനസ്സിലായി. മോഷണത്തിന് വേണ്ടി ചെയ്തതല്ല. ഫോഴ്സ്ഡ് എൻട്രിയും ഇല്ല. അപ്പോൾ വീടിനുള്ളിലേക്ക് വന്ന വ്യക്തിയെ അവർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം ഇത് ചെയ്തിട്ടുണ്ടാവുക. അതിരാവിലെ ഡൽഹിയിൽ ജനങ്ങളെല്ലാം അവരുടെ ദിനചര്യയെല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വീടിനുള്ളിലേക്ക് കടന്ന് മുഴുവൻ കുടുംബത്തെയും കൊന്ന ആ കൊലയാളി ആരാണ്? പോലീസ് അവനെ പിടിച്ചോ ഇല്ലയോ? പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ക്രൈം കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം ഈ മരിച്ചുപോയ ഈ ഡെഡ് ബോഡി ആരാണോ ആദ്യം കാണുന്നത് അവരെയായിരിക്കും പോലീസ് ഒന്നാമത്തെ സസ്പെക്റ്റായി ചേർക്കുക. അതും ആ കുടുംബത്തിലുള്ളവർ തന്നെ അത് കാണുകയാണെങ്കിൽ തീർച്ചയായും പോലീസിന്റെ സംശയം ആദ്യം അവരിലേക്കായിരിക്കും പോവുക. പോലീസ് അർജുൻ എന്ന 20 വയസ്സുകാരനെ ചോദ്യം ചെയ്തു. എപ്പോഴാണ് ജിമ്മിലേക്ക് പോയത്? എപ്പോഴാണ് ജിമ്മിൽ നിന്നും തിരികെ വന്നത്? ജിമ്മിലേക്ക് പോകുന്നതിന് മുൻപ് അമ്മയെയും അച്ഛനെയും ജീവനോടെ നീ കണ്ടിരുന്നോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ പറഞ്ഞത്
5:30 ഞാൻ എഴുന്നേറ്റു. 5:45 അച്ഛന്റെയും അമ്മയുടെയും മുറിയിലേക്ക് പോയി. അവർക്ക് വിവാഹ വാർഷികത്തിന്റെ എല്ലാ ആശംസകളും നേർന്നു. 5:50 വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരു 6:50-55 ഞാൻ വീട്ടിലേക്ക് വന്നു. അവസാനമായി ഞാൻ അവരെ 5:45 ജീവനോടെ കണ്ടിരുന്നു. ഇടയിലുള്ള ഈ 1 മണിക്കൂറിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൻ പോലീസിനോട് പറഞ്ഞു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ സ്ഥിരീകരിക്കാനായി പോലീസ് ആ പ്രദേശങ്ങളിലുള്ള എല്ലാ CCTV ക്യാമറകളും പരിശോധിക്കാൻ തുടങ്ങി. ഇവരുടെ വീടിന് ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിലൂടെ നോക്കിയാൽ അർജുന്റെ വീടിന്റെ മുൻവശം വളരെ വ്യക്തമായി തന്നെ കാണാം. പോലീസ് ഉടൻ തന്നെ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. കൊലപാതകം നടക്കുന്നതിന് മുൻപുള്ള ദിവസം രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ ആ വീട്ടിലേക്ക് ആരെല്ലാം വന്നുപോയി, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. എന്നാൽ സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതും ആ 20 വയസ്സുള്ള മകൻ പറയുന്നതനുസരിച്ച് നോക്കിയാൽ ആ 1 മണിക്കൂർ ഗ്യാപ്പിൽ ആ വീട്ടിൽ ആരും വന്നു പോയിട്ടില്ല. കൂടാതെ അവൻ പറഞ്ഞതുപോലെ തന്നെ 5:45 വീട്ടിൽ നിന്നും ഇറങ്ങുകയും 6:45 തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു. CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. അർജുൻ അല്ലാതെ ആ വീട്ടിലേക്ക് മറ്റാരും വന്നു പോയിട്ടില്ല. അയൽവാസികളോട് അന്വേഷിച്ചപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് സംശയം തോന്നുന്ന രീതിയിൽ ആരും ഇവിടെ വന്നു പോയിട്ടില്ല. അതും ഇവരുടെ വീടിനുള്ളിൽ മൂന്നാമതൊരു വ്യക്തി പോയതായി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുമില്ല എന്നവർ പറഞ്ഞു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പോലീസിന് ആ വീട്ടിൽ ഇപ്പോൾ ജീവനോടെയുള്ള അർജുനിലാണ് എല്ലാ സംശയം വന്നത്. പക്ഷെ പോലീസ് അത് പുറമെ കാണിച്ചില്ല. അതിന് പകരം അർജുനെ കുറിച്ചും ആ കുടുംബത്തെക്കുറിച്ചും വളരെ രഹസ്യമായി അന്വേഷിക്കാൻ തുടങ്ങി. രാജേഷ് ആർമിയിൽ നിന്നും റിട്ടയർഡ് ആയതുകൊണ്ട് തന്നെ ഒരല്പം സ്ട്രിക്റ്റ് ആയിരുന്നു. വീട്ടിൽ എല്ലാവരും കൃത്യം 9:45 ഉറങ്ങാനായി പോകണം. എല്ലാവരും സ്ട്രിക്റ്റായി തന്നെ റൂൾസ് എല്ലാം ഫോളോ ചെയ്യണം. ഏകദേശം ഒരു കമാൻഡർ ഓഫീസർ പോലെയായിരുന്നു അദ്ദേഹം സ്വന്തം വീട്ടിലും പെരുമാറിയത്. 2 മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകൾ കവിത നന്നായി പഠിക്കും. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും വളരെ ഓമനയായ ഒരു മകൾ. പക്ഷെ അർജുൻ്റെ കാര്യം എടുത്താൽ അവൻ നന്നായി പഠിക്കുകയൊന്നുമില്ല. പക്ഷെ സ്പോർട്സിലാണ് താല്പര്യം. പ്രധാനമായും ബോക്സർ ആകണം എന്നുള്ളതാണ് അവൻ്റെ വലിയൊരു ആഗ്രഹം. പക്ഷെ അച്ഛൻ അതിന് വലിയ എതിർപ്പ് കാണിച്ചു. സ്പോർട്സിൽ നീ മറ്റെന്തെങ്കിലും തിരഞ്ഞെടുത്തോ, ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും നീ തിരഞ്ഞെടുക്ക്. ബോക്സിംഗ് എന്തിന്? നമ്മുടെ രാജ്യത്ത് അതിന് യാതൊരു സ്കോപ്പുമില്ല. നിന്റെ ഭാവി തന്നെ നശിച്ചു പോകും. നീ ഒന്നിലും വിജയിക്കില്ല. നിനക്ക് വിദ്യാഭ്യാസവും ഉണ്ടാകില്ല, സ്പോർട്സിലും നീ എവിടെയും എത്തില്ല. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് നീ നന്നായി പഠിക്കാൻ നോക്ക്. ഇതൊന്നും അർജുൻ ഇഷ്ടപ്പെട്ടില്ല. ഇത് കാരണം തന്നെ അച്ഛനും മകനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ പലരുടെയും മുൻപിൽ വെച്ച് തന്നെ അർജുനെ വഴക്ക് പറയാറുണ്ട്. പോരാത്തതിന് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജേഷ് കുമാർ ആർമിയിൽ നിന്നും റിട്ടയർഡായി വന്നതിന് ശേഷം SPGയിൽ ജോലി ചെയ്തു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അതായത് ഈ പ്രൈം മിനിസ്റ്റർക്ക് സുരക്ഷ നൽകേണ്ട ഒരു ടീമാണ്. ആ ഒരു ടീമിലും ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വീട്ടിലെ 2 മക്കളും 2 ദിശയിലൂടെയാണ് സഞ്ചരിച്ചത്. അതുപോലെ 2 മക്കളെയും അച്ഛനും അമ്മയും ട്രീറ്റ് ചെയ്ത ആ ഒരു രീതിയും വ്യത്യസ്തമായിരുന്നു. ഇക്കാര്യങ്ങൾ അറിഞ്ഞ പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ഈ ഒരു കൊലപാതകം ആര് ചെയ്തിട്ടുണ്ടാകും എന്ന്. അച്ഛൻ തന്നെ എപ്പോഴും വഴക്ക് പറയാറുണ്ട്. അമ്മയ്ക്കും സ്നേഹമില്ല. എല്ലാവർക്കും കവിതയെ മാത്രമാണ് ഇഷ്ടം, എന്നെ ആർക്കും വേണ്ട എന്ന ചിന്ത. ഇങ്ങനെ എല്ലാവരോടും ഒരു വെറുപ്പ് വന്നു. അർജുൻ തന്നെയാണ് അവന്റെ കുടുംബത്തെ കൊല്ലാൻ സാധ്യതയെന്ന് പോലീസ് ചിന്തിച്ചു. അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടി അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. തുടക്കത്തിൽ എനിക്കും ഇതിനും യാതൊരു ബന്ധവും ഇല്ല എന്നവൻ എതിർപ്പ് കാണിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. അവസാനം തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഞാൻ തന്നെയാണ് കൊന്നത് എന്ന് അവൻ സമ്മതിച്ചു. ഈ ക്രൈമിൽ തന്നെ ഏറ്റവും വലിയ ക്രൈമാണ് കൊലപാതകം. അതും സ്വന്തം കുടുംബത്തെ തന്നെ ക്രൂരമായി കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ സ്ട്രോങ് ആയ ഒരു കാരണം ഉണ്ടാകും. അതാണ് ഇവിടെയും സംഭവിച്ചത്. താൻ എന്തിനു വേണ്ടിയാണ് കുടുംബത്തെ കൊന്നത്, എങ്ങനെയെല്ലാം കൊന്നു എന്നുള്ളത് അവൻ വിവരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ പോലീസ് ടീം പോലും ഞെട്ടിപ്പോയി. അച്ഛനും അമ്മയും തന്നോട് സ്നേഹം കാണിക്കുന്നില്ല, വഴക്ക് പറയുന്നുണ്ട്, തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്, തന്റെ താല്പര്യങ്ങൾക്കൊന്നും യാതൊരു മുൻഗണനയും നൽകുന്നില്ല. എല്ലാ സ്നേഹവും പരിഗണനയും എല്ലാം അവൾക്ക് മാത്രം നൽകി. അതുകൊണ്ട് അച്ഛനെയും അമ്മയെയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ആദ്യം ഈ കൊലപാതകം എന്ന രീതിയിലൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഒരു ദിവസം ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഡിസംബർ മാസം 2-ാം തീയതി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അച്ഛൻ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വീട്ടിലേക്ക് വിളിച്ച് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തി, ആഘോഷമാക്കി. വീട്ടിൽ എല്ലാവർക്കും ഡിന്നർ അറേഞ്ച് ചെയ്തു. ജോലികളെല്ലാം എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്തു. എനിക്കും ഒരു ജോലി തന്നു. എന്നാൽ ആ ജോലി കൃത്യമായി ചെയ്ത് ഞാൻ അവസാനിപ്പിച്ചില്ല. അതുകൊണ്ട് അച്ഛന് ദേഷ്യം വന്നു. വീട്ടിൽ ഫംഗ്ഷന് വന്ന എല്ലാ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുൻപിൽ വെച്ച്
അച്ഛൻ എന്നെ തരം താഴ്ത്തി സംസാരിക്കുകയും അപമാനിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. പോരാത്തതിന് എല്ലാവരുടെ മുൻപിൽ വെച്ച് എന്നെ അടിച്ചു. ഇതെനിക്ക് വല്ലാത്ത നാണക്കേടായി. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് മാറി എൻ്റെ മുറിയിലേക്ക് ചെന്ന് ഞാൻ വാതിൽ അടച്ചു. ആ മുറിക്കുള്ളിലെ ഒരു മൂലയിലിരുന്ന് ഞാൻ ആ ദിവസം മുഴുവനും കരഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അച്ഛനെ കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല, അച്ഛനെ കൊല്ലണം എന്ന് തീരുമാനിച്ചു. ഡിസംബർ മാസം 2-ാം തീയതിയായിരുന്നു ആ തീരുമാനം വന്നത്. അടുത്ത ദിവസം രാവിലെ വീട്ടിലെ എല്ലാവർക്കും ഒരു സാധാരണ ദിവസം. 3-ാം തീയതി രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴും അച്ഛനെ കൊല്ലണം എന്ന ചിന്തയായിരുന്നു വീണ്ടും വീണ്ടും മനസ്സിൽ കടന്നു വന്നത്. എന്നാൽ അച്ഛനെ കൊന്നാൽ മാത്രം എല്ലാം ശരിയാകുമോ? അച്ഛനെ കൊന്നത് ഞാനാണ് എന്നറിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടൊരു വെറുപ്പ് വരും. വീണ്ടും എൻ്റെ ജീവിതം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ അമ്മയെയും കൊന്നാൽ എന്താ എന്ന ചിന്ത. ഡിസംബർ മാസം 3-ാം തീയതിയാണ് അച്ഛനെയും അമ്മയെയും കൊല്ലണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അന്നത്തെ ദിവസം മുഴുവനും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എങ്ങനെ കൊല്ലാമെന്ന്. അപ്പോഴാണ് എനിക്കൊരു പദ്ധതി തോന്നിയത്. അച്ഛൻ ആർമിയിൽ നിന്നും റിട്ടയർഡായി വരുമ്പോൾ വളരെ ഷാർപ്പായ ഒരു കത്തി കൊണ്ടുവന്നു. ആ കത്തി എവിടെയാണെന്ന് എനിക്കറിയാം. ആ കത്തി ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ആ കത്തി വെച്ച് അവരുടെ കഴുത്തറുത്ത് കൊല്ലണം എന്ന് തീരുമാനിച്ചു. ഡിസംബർ മാസം 3-ാം തീയതി രാത്രി എങ്ങനെ ഈ കൊലപാതകം ചെയ്യാം എന്ന് മുഴുവനായും പദ്ധതിയിട്ടു. വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 മുറികളുണ്ട്. ഒരു മുറിയിൽ ഞാനും ഒരു മുറിയിൽ ചേച്ചി കവിതയും ഉണ്ടാകും. ഫസ്റ്റ് ഫ്ലോറിലാണ് അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നത്. അച്ഛനെയും അമ്മയെയും കൊന്നാൽ എന്ത് സംഭവിക്കും? ഞാനും എൻ്റെ സഹോദരിയും മാത്രം ബാക്കി. അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുമുണ്ട്. അവർ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ സ്വത്തുക്കളെല്ലാം ഞങ്ങളിലേക്കായിരിക്കും വരിക. സ്വത്തിൽ ഒരു ഭാഗം കവിതയ്ക്ക് പോകും. എന്തായാലും 2 കൊലപാതകം ചെയ്യുന്നു, കൂടെ തന്നെ ഒന്നുകൂടെ ചെയ്യാം. സഹോദരിയെയും ചേർത്ത് കൊല്ലുകയാണെങ്കിൽ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് തന്നെ ലഭിക്കും. ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ചിന്ത ഡിസംബർ മാസം 3-ാം തീയതി രാത്രിയായിരുന്നു എനിക്ക് തോന്നിയത്. അങ്ങനെ 3 പേരെയും കൊല്ലണം എന്ന് തീരുമാനിച്ചു. ഡിസംബർ മാസം 3-ാം തീയതി രാത്രി ഒരു 10 മണിയോടുകൂടി എല്ലാവരും ഉറങ്ങാനായി കിടന്നു. ഞാൻ കത്തിയും എടുത്ത് തയ്യാറായിരുന്നു. അതിരാവിലെ ഒരു 3:50 സഹോദരിയുടെ മുറിയിലേക്ക് ഞാൻ പോയി. അവൾ നന്നായി ഉറങ്ങുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് ഞാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഞാൻ അറുത്തു. രക്തം വാർന്ന് അപ്പോൾ തന്നെ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അച്ഛൻ്റെയും അമ്മയുടെയും മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കട്ടിലിൽ അച്ഛൻ മാത്രമാണ് കിടക്കുന്നത്. അമ്മ രാവിലെ 4 മണിക്ക് എവിടെ പോയി എന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അമ്മ ബാത്റൂമിലാണെന്ന് മനസ്സിലായി. അച്ഛനെ കൊല്ലാൻ ഇതാണ് ശരിയായ സമയമെന്നും ഞാൻ ഉറപ്പിച്ചു. ആദ്യം അച്ഛനെ തന്നെ കൊല്ലാം. സഹോദരിയെ എങ്ങനെയാണോ കൊന്നത് അതേ രീതിയിൽ അച്ഛനെയും കൊന്നു. അയാൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ബാത്റൂമിന്റെ വാതിലിന് അടുത്ത് വന്നു നിന്നു. അമ്മ പുറത്തു വരുന്നതും കാത്തു നിന്നു. പുറത്തു വന്നതും അവരെയും ഇതുപോലെ തന്നെ കൊല്ലണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അമ്മ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നു. പുറത്ത് എത്തിയ ഉടനെ തന്നെ പുറകിലൂടെ ഒരു കൈ കൊണ്ട് വായ പൊത്തിപ്പിടിക്കുന്നു. മറ്റൊരു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തു. മൊത്തത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന 3 പേരെയും യാതൊരു കാരുണ്യവുമില്ലാതെ, മനസ്സിൽ സ്വന്തം കുടുംബമാണ് എന്ന ഒരു ചിന്ത പോലുമില്ലാതെ, ദയാദാക്ഷിണ്യമില്ലാതെ അവൻ കൊന്നു. അതിനുശേഷം സ്വന്തം മുറിയിലേക്ക് വന്നു. 4:15 മുതൽ 5:45 വരെയും അവൻ കാത്തിരുന്നു. 5:50 വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. കൊലപാതകം ചെയ്യുമ്പോൾ അവന്റെ വസ്ത്രത്തിൽ ഒരുപാട് രക്തം തെറിച്ചിട്ടുണ്ടായിരുന്നു. വസ്ത്രം മാറ്റി ജിമ്മിൽ കൊണ്ടുപോകുന്ന ബാഗിൽ വെച്ചു. കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ച ആ കത്തിയും ബാഗിൽ വെച്ചു. എന്നിട്ട് അവൻ വീട്ടിൽ നിന്നും കുറച്ച് കിലോമീറ്റർ മാറിയുള്ള ഒരു ആറ്, ആ റിവറിൽ അത് വലിച്ചെറിഞ്ഞു. പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ ജിമ്മിലേക്കും പോയി. ഒരു 40 മിനിറ്റ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് 6:45 അവൻ വീട്ടിലേക്ക് വന്നു. പിന്നീടായിരുന്നു ആ മുഖത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. പോലീസുകാരോട് ഇതെല്ലാം പറഞ്ഞ അർജുൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അവൻ കൊലപാതകം ചെയ്ത ആ ഒരു തീയതി ഡിസംബർ മാസം 4-ാം തീയതി. അന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികം. എന്നെ ഇത്രയും വെറുപ്പോടുകൂടി കണ്ട അച്ഛനും അമ്മയും അവരുടെ വിവാഹ വാർഷികത്തിന്റെ അന്ന് തന്നെ അവരെ കൊല്ലണം. അതിനുവേണ്ടി തന്നെയാണ് ആ ദിവസം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ സ്വന്തം കുടുംബത്തെ എത്രയേറെ വെറുത്തിരുന്നു എന്ന്. തുടർന്ന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കേണ്ട സാധ്യതകളുമുണ്ട്. ഈ ഒരു കേസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം. സാധാരണ നമ്മുടെ വീട്ടിൽ ഒരു 2 മക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കമ്പാരിസൺ വരും. എല്ലാവർക്കുമല്ല, പക്ഷെ ചിലർക്ക് വരും. എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. 2 പേർക്കും 2 തരത്തിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക, സ്വഭാവമായിരിക്കും ഉണ്ടാവുക.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ മാതാപിതാക്കൾ അവരെ തന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവളെ നോക്ക്, അവനെ നോക്ക്, നിന്റെ കൂടെ തന്നെയല്ലേ ജനിച്ചത്, ഈ വീട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, നിനക്ക് തരുന്നതെല്ലാം അവൾക്കും കൊടുക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ പഠിച്ചാല്, അവൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ മക്കളുടെ മനസ്സിനുള്ളിൽ തന്നെ നമ്മളൊരു വേർതിരിവ് സൃഷ്ടിക്കും. ഇതെല്ലാം സാധാരണ പല വീട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ എല്ലാം പല മാതാപിതാക്കളും ഉദ്ദേശിക്കുന്നത് കാര്യമെല്ലാം മനസ്സിലാക്കി നന്നായി പഠിക്കണം, ഉയരങ്ങളിൽ എത്തണം എന്ന് മാത്രമാണ്, ഭാവി സുരക്ഷിതമായിരിക്കണം എന്ന് മാത്രം. പക്ഷേ മാതാപിതാക്കളുടെ ഈ ഒരു ഉദ്ദേശം അതുപോലെ മക്കൾ ഗ്രഹിച്ചെടുക്കണമെന്നുമില്ല. അതുപോലെ എല്ലാ മക്കളും ഒരുപോലെ തന്നെ ആയിരിക്കണം എന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാനോ ആഗ്രഹിക്കാനും സാധിക്കില്ല. എല്ലാവരും വ്യത്യസ്തരാണ്. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ മനുഷ്യരെയും വളരെ വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എന്ന തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മക്കളുടെ കഴിവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, ആ രീതിയിൽ അവരെ വളരാൻ അനുവദിക്കുക. മറ്റൊരു കാര്യം, അച്ഛനും അമ്മയും മക്കളെ ഒരിക്കലും താരതമ്യം ചെയ്യാനേ പാടില്ല. പഠിക്കുന്ന കുട്ടികളോട് സ്നേഹം അധികം കാണിക്കുകയും പഠിക്കാത്ത മക്കളോട് ഒരൽപ്പം സ്നേഹം കുറവ് കാണിക്കുകയോ വെറുപ്പ് കാണിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും അവർക്കുള്ളിൽ ഒരു വെറുപ്പുണ്ടാവുക തന്നെ ചെയ്യും. മൊത്തത്തിൽ സ്വന്തം കുടുംബവുമായുള്ള ആ ഒരു ബന്ധം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് തന്നെ കുഞ്ഞിന്റെ മനസ്സ് വളരെ അകലേക്ക് മാറിപ്പോകും. ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അച്ഛൻ രാജേഷ് കുമാർ തന്റെ മകൻ നന്നായി പഠിക്കാത്തത് കൊണ്ട് അവനെ തരം താഴ്ത്തി സംസാരിക്കുന്നു. പോരാത്തതിന് അവന്റെ താല്പര്യങ്ങളും അംഗീകരിച്ചില്ല. ഇനി ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന അത്രയേരുടെ മുൻപിൽ വെച്ച് അവനെ കൈ നീട്ടി അടിച്ചു. അതാണ് അവനെ വല്ലാതെ ട്രിഗർ ചെയ്തത്. പണ്ട് മക്കളെയൊക്കെ അടിച്ചു വളർത്തണം എന്നൊക്കെ പറയും. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെ മക്കളെ അടിച്ചു വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയൊരു വളർന്ന മക്കളെ അടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് നമ്മളോടൊരു വെറുപ്പ് തോന്നുക തന്നെ ചെയ്യും. അവർ നമ്മിൽ നിന്ന് അകലാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും മക്കളെ അവരുടേതായ പോക്കിൽ വിടാനും സാധിക്കില്ല. ഈ ഒരു കേസിൽ അർജുന് കൊലപാതകം ചെയ്യാൻ എത്ര തന്നെ ന്യായീകരണങ്ങൾ പറയാനുണ്ടെങ്കിലും 3 കൊലപാതകം ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ ഓരോ കൊലപാതകത്തിന് പിറകിലും ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടായിരിക്കും. അർജുന്റെ ട്രിഗർ പോയിന്റ് അച്ഛനും അമ്മയും തന്നെയും സഹോദരിയെയും വേർതിരിച്ച് കാണുന്നു എന്നുള്ളതാണ്. തനിക്ക് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യാൻ അനുവദിക്കുന്നില്ല, എല്ലാവരുടെ മുൻപിലും വെച്ച് തന്നെ അപമാനിക്കുന്നു. ഇതൊക്കെയായിരുന്നു അവന്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞത്. അതുകൊണ്ടാണ് ഈ വെറുപ്പും വിദ്വേഷവും എല്ലാം വന്നത്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ കൊലപാതകം ചെയ്യാൻ അവന്റെ അച്ഛനും അമ്മയും ഒരു കാരണമായിട്ടുണ്ട്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ എല്ലാവരും അച്ഛനെയും അമ്മയെയും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഒരു പ്രായം വരെയും ഏത് കാര്യം എടുത്താലും, ഭക്ഷണം, വസ്ത്രം, ചിലവുകൾ, ഏത് കാര്യം എടുത്താലും മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്താണ് മക്കളുള്ളത്. പക്ഷേ അതിനുവേണ്ടി ഒരിക്കലും മക്കളെ നമ്മൾ ഒരു അടിമയായി ട്രീറ്റ് ചെയ്യാൻ പാടില്ല. അവർക്കും ഒരു റെസ്പെക്ട് ആവശ്യമാണ്, അവർക്കും ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ മാനിക്കണം. അതേസമയം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി മക്കളും നന്നായി പഠിച്ച് മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു കേസിലൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിയോജിപ്പുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.